ഇന്നലെയാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നത്. അത് ഘടകകക്ഷികൾ ഇതിൽ ഇടപെടരുത് എന്നും മറ്റും ജി സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നത്. തീരുമാനം വൈകുന്നതിൽ ദുരൂഹതയുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF-ന് 30 സീറ്റ് പോലും കിട്ടില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച അസ്വസ്ഥമാക്കിയിട്ടുണ്ട് NSS-നെ, സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ അത് ഈ വികാരം ഇന്നലെ അദ്ദേഹം തുറന്നു പറയുകയും മറ്റും ചെയ്തു. എന്താണ് മനസ്സിലാക്കേണ്ടത് NSS-ന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന്? രണ്ട് കാര്യങ്ങളുണ്ട് രഞ്ജിത്ത് NSS പറഞ്ഞതിൽ. ഒന്ന്, ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഇടപെടലാണ് ഈ കോൺഗ്രസിന് സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാതെ വന്നത്. ഘടകകക്ഷികൾ എന്തിനാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം. അതാണ് ഒരു സുഗമമായ നടത്തിപ്പിന് നല്ലത് എന്നുള്ളത്. അതായത് രഞ്ജിത്ത്, 2011 നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം വേണം എന്ന നിലയിൽ NSS നടത്തിയ നീക്കം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അന്ന് 3 കൂകളാണ്, അതായത് കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുഞ്ഞ് എന്നിവരാണ് കേരളം ഭരിക്കുന്നത്. ന്യൂനപക്ഷ സ്വാധീനമാണ് ആ സർക്കാരിലുള്ളത് എന്നാണ് അന്ന് അതിനുവേണ്ടി ഒരു ആയുധമായി ജി സുകുമാരൻ നായർ ഉന്നയിച്ചിരുന്നത്. സമാനമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കാൻ. അതായത് ഒന്ന്, ലീഗിന്റെ ഒരു അപ്രമാദിത്വം ഒഴിവാക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. രണ്ടാമത്, VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന സൂചനകൾ NSS-ന് കൂടി ലഭിച്ചതോടുകൂടിയാണ് അതിന് കാരണമാകുന്നത് ലീഗാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത്. അത് ദുരൂഹമാണ്, ഇത്തരം സമ്മർദ്ദങ്ങൾ എന്നുകൂടി അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ഫലത്തിൽ ഒരു ലീഗിന്റെ അപ്രമാദിത്വമുള്ള സർക്കാർ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ലീഗിന്റെ തീരുമാനത്തിന് വിധേയപ്പെടുന്ന ഒരു സർക്കാർ വരാൻ പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാനാണ് ജി സുകുമാരൻ നായർ ശ്രമിക്കുന്നത്. എന്തായാലും സുകുമാരൻ നായരുടെ ഈ പ്രസ്താവന ഫലത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പലരും അതിനെതിരെ പരോക്ഷമായെങ്കിലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സുകുമാരൻ നായർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതൊരു പരസ്യ പ്രതികരണമായി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അതാണ് NSS-ന്റെ നിലപാട്. ഇന്നലെ NSS ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടയിൽ ജനാധിപത്യത്തിന് അപമാനമാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. അപമാനം അഭിമാനമായാണ് കോൺഗ്രസ് കാണുന്നതെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയാത്തത് ഇതാദ്യമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.